ഇപ്പോഴത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് PDRN എന്ന് പറയുന്നത്. മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. സാൽമൺ DNA ഇഞ്ചെക്ഷൻസ് ഒക്കെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് സ്കിന്നിൽ വരുന്ന ഏജിങ് സൈൻസ്, വ്രിങ്കിൾസ്, സ്കിന്നിനെ ഒന്ന് ഗ്ലോ ചെയ്യാൻ, സ്കിന്നിനെ ഒന്ന് ക്ലിയർ ആക്കാൻ, അല്ലെങ്കിൽ സ്കിന്നിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഈ ഒരു സാൽമൺ DNA വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ആ ഒരു സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഉണ്ടാക്കിയേക്കുന്ന ക്രീംസ് ഇപ്പോൾ വളരെ ഫേമസ് ആണ്, ഈ ഒരു PDRN ക്രീംസ് എന്ന് പറയുന്നത്. സോ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു ആനുവയുടെ PDRN ഹയാലൂറോണിക് ആസിഡ് 100+ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്രീമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ക്രീം UAE-യിലും ഇന്ത്യയിലും ഒരുപോലെ വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ്. ആസ് എ ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു ക്രീമിന്റെ മാർക്കറ്റ് ഹൈപ്പിനെക്കാളും ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും മാനുഫാക്ചറിങ്ങും ലിമിറ്റേഷൻസും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്രീമിന് എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു റേറ്റിംഗും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ്ലി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സ്റ്റാർ മോളിക്യൂൾ PDRN. വാട്ട്സ് PDRN? PDRN എന്ന് പറഞ്ഞാൽ പോളി ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. നോർമലി ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സാൽമൺ DNA എന്നാണ്. വൈ സാൽമൺ എന്ന് വെച്ചാൽ സാൽമൺ DNA എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ DNA വളരെ സിമിലാരിറ്റീസ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് മറ്റ് റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ കൂടുതലും ഇത് സാൽമൺ DNA നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. സോ ഇനി ഇതിൻ്റെ ഒരു മെക്കാനിസം സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറയാം. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാനാണ്. സോ PDRN മെയിൻലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അഡിനോസിൻ A2 റിസപ്റ്ററിൽ ഒരു അഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെങ്കിലും വൂണ്ട് ഹീലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഈ ഒരു അഡിനോസിൻ A2 റിസപ്റ്ററിൽ നിന്നും വരുന്ന സൈറ്റോകൈൻ്റെ റിലീസിന് വന്നിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത് സ്വിച്ച് ഓൺ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയോ വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടറിൻ്റെ റിലീസിനെ വന്നിട്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യും. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും ആ ഒരു രീതിയിലാണ് ഇത് മെഡിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ സ്കിൻ കെയറിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മെക്കാനിസം വഴി നമുക്ക് സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനും സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും ഏജിങ് സൈൻസിനെ കുറയ്ക്കാനും സ്കിന്നിന് ഒരു ഈവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഗ്ലാസി ആയിട്ടുള്ള സ്കിന്നിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു മെക്കാനിസം ഹെൽപ്പ് ചെയ്യും. സോ അതാണ് PDRN കറക്റ്റ് രീതിയിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ യൂസ് ചെയ്താൽ ഈ ഒരു മെക്കാനിസം വഴി ഈ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇനി ഈ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്താൽ PDRN മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ലൈക്ക് PDRN, ഹയാലൂറോണിക് ആസിഡ്, കൊളാജൻ, സ്ക്വാലിൻ, ഗ്ലിസറിൻ, അതുപോലെ നിയാസിനാമൈഡ്, പിന്നെ നമുക്ക് കുറേ ഹെർബൽ ഇൻഗ്രീഡിയൻസ് കാണാനായിട്ട് പറ്റും. ലൈക്ക് ടെർമറിക്, നീമിൻ്റെ ലീഫ് ആൻഡ് ഫ്ലവർ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ സെൻറ്റില ഡെറിവേറ്റീവ്സ്, അതുപോലെ അലോവറ. ഇങ്ങനെ നമ്മുടെ സ്കിന്നിനെ നല്ല സൂത്ത് ചെയ്യാനും അല്ലെങ്കിൽ സ്കിന്നിനെ നല്ല ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്ന് വരുന്ന ഒരു ക്രീമാണ് ഈ ഒരു ആനുവയുടെ മോയ്സ്ചറൈസിങ് ക്രീം. അതുപോലെ തന്നെ ഈ ഒരു ആനുവയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ക്ലിനിക്കൽ ടെസ്റ്റസിന്റെ ബേസിസിൽ ഇവർ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 100 hours ഓഫ് കണ്ടിന്യൂസ് ഹൈഡ്രേഷൻ തരുമെന്ന്. ആക്ച്വലി ഈ ഒരു ക്രീം ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് ആനുവ 100+ PDRN ഹയാലൂറോണിക് ആസിഡ് ക്രീം എന്ന്. ഈ ഒരു 100 എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പർ അല്ല. ഇത് മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു 100 hours കണ്ടിന്യൂസ് ഹൈഡ്രേഷൻ ആണ്. സോ ഈ ഒരു 100 hours ഹൈഡ്രേഷൻ തരാൻ ഇതിൽ PDRN മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഹയാലൂറോണിക് ആസിഡും ഉണ്ട്. 10 ലെയർ ഹയാലൂറോണിക് ആസിഡ് മാട്രിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് മോളിക്കുലാർ വെയിറ്റിലുള്ള ഹയാലൂറോണിക് ആസിഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒന്നാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് അത് അബ്സോർബ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഹയർ മോളിക്കുലാർ വെയിറ്റിലുള്ള ഹയാലൂറോണിക് ആസിഡ് ആണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പിൽ ഒരു ഒക്ലൂഷൻ പോലെ നിൽക്കുകയും അല്ലെങ്കിൽ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ നിൽക്കുകയും അത് എക്സ്ട്രാ വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനത്തെ രീതിയിൽ ഈ ഒരു മെക്കാനിസം വെച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 100 ഉദ്ദേശിക്കുന്നത് 100% പ്യുവർ ആയിട്ടുള്ള റോ ഹയാലൂറോണിക് ആസിഡ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടുമാണ് മെയിൻലി ഈ ഒരു 100 എന്ന് പറയുന്ന നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 68.3% കൊളാജൻ സപ്പോർട്ട് ചെയ്യുമെന്ന്. അതായത് നമ്മുടെ കൊളാജൻ ബിൽഡ് ചെയ്യാനായിട്ടും ഈ ഒരു 68.3% ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 10.79% മോയ്സ്ചർ പ്ലംപിങ് എഫക്റ്റ് തരുമെന്ന് നമ്മുടെ സ്കിന്നിന്. അതായത് സ്കിന്നിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേറ്റ്
ഹൈഡ്രേറ്റഡ് ആക്കാനും സ്കിന്നിന് ഒരു ക്ലിയർ ഗ്ലാസി ലുക്ക് കൊണ്ടുവരാനും ഒരു നല്ലൊരു ഗ്ലോയിങ് ലുക്കൊക്കെ കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവരുടെ ഈ ഒരു ക്ലിനിക്കൽ ടെസ്റ്റിൽ പറയുന്നത്. ഈ നമ്പേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എക്സൈറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ ടെസ്റ്റ് നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണ് നടക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എൻവയോൺമെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. സോ ഇതിൽ പറയുന്ന ആ ഒരു കറക്റ്റ് രീതിയിൽ അത്രയും ഒരു പെർസെൻറ്റേജ് റിസൾട്ട് നമുക്ക് കിട്ടണം എന്നില്ല. സോ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു ഓവർനൈറ്റ് മിറാക്കിൾ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ അത്രയും ഇല്ല എങ്കിൽ പോലും ആ ഒരു എഫക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഇതിന് ഫോർമുലേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. പിന്നെ ഈ ഒരു ക്രീം ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ആർട്ടിഫിഷ്യൽ ഡൈസ് ഇല്ല. അതുകൊണ്ട് തന്നെ റൊസേഷ്യ കണ്ടീഷൻ, എറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ കുറച്ചുകൂടി, അതായത് സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യണം. ചില ക്രീംസ് ഒക്കെ ചിലർ ഉപയോഗിച്ചിട്ട് സ്കിന്ന് ഫുള്ളായിട്ട് ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നസ് കാണും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ള എന്തെങ്കിലും വേണം. അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലും ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും സ്കിന്നിനെ കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം അങ്ങനെ വിചാരിക്കുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയായിരിക്കും ഈ ഒരു ആനുവയുടെ ഈ ഒരു ഹയാലുറോണിക് ആസിഡ് PDRN മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മറ്റ് പ്രോഡക്ട്സ് ലൈക്ക് വൈറ്റമിൻ സിയുടെ കൂടെയോ റെറ്റിനോളിന്റെ കൂടെയോ ഒക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണ്. സോ ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. സോ ഇത്രയും പോസിറ്റീവ് ഒക്കെ കേൾക്കുമ്പോൾ മിക്കവർക്കും ഈ ഒരു ക്രീം യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ PDRN ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു സാൽമൺ DNA ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുമെന്ന് ട്രീറ്റ്മെന്റ് ബേസിസിൽ സ്കിൻ കെയറിൽ. സോ അതും നമ്മുടെ ഈ ഒരു ടോപ്പിക്കൽ പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻസോ സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസിൽ നിന്നും കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും ഒരു റിസൾട്ട് ഒരിക്കലും ഒരു ടോപ്പിക്കൽ ക്രീമിൽ നിന്നും കിട്ടത്തില്ല. സോ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ PDRN ഹൈപ്പ് നോക്കിയിട്ട്, PDRN ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനോട് നിങ്ങൾ വാങ്ങിയാലും ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അത്രയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും ആ ഒരു ലെവലിലേക്ക് വരണമെന്നില്ല. ആക്ച്വലി നമുക്കിതൊരു നല്ലൊരു മോയ്സ്ചറൈസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കുറച്ച് റിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ ഏജിങ് സയൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ള ഒന്ന് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഏജിങ് സയൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഏജിങ് സയൻസ് ഒക്കെ കുറച്ച് വിസിബിലിറ്റി കുറയും. നമ്മൾ കുറച്ച് ഇങ്ങനെ നന്നായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫൈൻ ലൈൻസിൻ്റെ ഒക്കെ ആ ഒരു വിസിബിലിറ്റി കുറച്ച് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഫുള്ളി ഇത് മാറ്റിയെടുക്കാൻ ഒരു ടോപ്പിക്കൽ ക്രീം വെച്ച് പറ്റില്ല. സോ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലിയും അതുപോലെ ആക്നി പ്രോൺ സ്കിന്നിൻ്റെ കേസിൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ കൂട്ട് ഇതിൽ 10 ലെയർ ഹയാലുറോണിക് ആസിഡ് മാട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓയിലി സ്കിന്നൊക്കെ ഇത് കുറച്ചൊരു ഹെവി ഫീല് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്നി പ്രോൺ സ്കിന്നായാലും ഇത് ചിലപ്പോൾ ആക്നീസ് ഉണ്ടാക്കാൻ, അതായത് പോർസിനെ ക്ലോഗ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സ്കിന്നുകാർ വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതും. ഇനി മൂന്നാമത്തെ മെയിൻ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതൊരു 60 ml ട്യൂബാണ് വരുന്നത്. ഈ ഒരു 60 ml ട്യൂബിന് UAE-ലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് ആണ്. സോ ആ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും അത് നമുക്കൊരു ഡ്രോബാക്ക് പറയാം. പക്ഷേ ഈ ഒരു റേറ്റിൻ്റെ മെയിനായിട്ട് ഈ റേറ്റ് എന്താ ഇത്രയും കൂടുതൽ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന PDRN എന്ന് പറയുന്നത് ഈ ഒരു സാൽമൺ DNA-ൽ നിന്നാണല്ലോ. സോ അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സോ അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് ഇവർ യൂസ് ചെയ്തേക്കുന്ന 10 ലെയർ ഹയാലുറോണിക് ആസിഡ് മാട്രിക്സ്. മൂന്നാമത് ഈ ഒരു ക്ലിനിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ ക്ലിനിക്കൽ ടെസ്റ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ. സോ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൻ്റെ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് ഇത്രയും കൂടാനുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. സോ ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് റേറ്റ് ചെയ്താലോ. സോ
ഫസ്റ്റ് ഡ്രൈ സ്കിന്നും ഹൈഡ്രേഷനും ഈ 2 പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിന് 5 സ്റ്റാറും കൊടുക്കാം. കാരണം ഇത് നിങ്ങളിപ്പം എക്സ്ട്രാ ഒരു ഹൈഡ്രേഷൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് തപ്പി നടക്കുക അങ്ങനത്തെ കേസസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. രണ്ടാമത് ഓയിലി സ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് സ്യൂട്ട് ആവണമെന്നില്ല, അതുകൊണ്ട് ഒരു 3 സ്റ്റാറിൽ നമുക്ക് നിർത്താം. ഇനി മൂന്നാമത് PDRN ഹൈപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി PDRN ഞാൻ പറഞ്ഞു ഇഞ്ചെക്ഷൻ സബ്ക്യൂട്ടേനിയസ് വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ PDRN ഹൈപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 സ്റ്റാർ കൊടുക്കും. ഇനി വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിന്നും ഹൈഡ്രേഷനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഒരു 3 സ്റ്റാറിൽ നമുക്ക് നിർത്താം. ആക്ച്വലി നിങ്ങൾ ഏതെങ്കിലും ഒരു PDRN പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു 1000-2000 റുപ്പീസൊക്കെ ഒരു PDRN പ്രോഡക്ട്സ് ഒരു മോയ്സ്ചറൈസിങ് പ്രോഡക്റ്റിന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ? അതോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.